ഇതൊക്കെ കാരണങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സമരാഗ്നി യാത്രയുമായി മുന്നോട്ട് പോകുന്നത്. 2024 നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുഖ്യ വിഷയം. കാരണം കോൺഗ്രസ് മുക്ത ഭാരതമുണ്ടാക്കാൻ ഒരു ഭാഗത്ത് BJP, അവരുമായി ഒരു അവിഹിത ബന്ധം, ഒരു അവിശുദ്ധ ബന്ധമുണ്ടാക്കി കോൺഗ്രസ് മുക്ത കേരളമുണ്ടാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി നിൽക്കുന്നു. ഇവർ രണ്ടുപേരും സയാമിസ് ഇരട്ടകളാണ്. അവർ രണ്ടുപേരും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന അവിശുദ്ധ ബന്ധം നമ്മൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കണ്ടു. കേസരിയുടെ ജിഹ്വയിൽ ഒരു ആർട്ടിക്കിൾ വന്നു. കാരണം കേരളത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരേ ഒരു MLA ആണ് ശ്രീ രാജഗോപാൽ. അവിടെ ഒരു ഗവർണറെ രാജിവെപ്പിച്ച് ഞങ്ങൾ കൊണ്ടുപോയി നിർത്തി. യാതൊരു ആവശ്യവുമില്ലാതെ മുരളീധരൻ എന്ന പാർലമെൻറ്റ് അംഗത്തെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ഞങ്ങളുടെ കുമ്മനത്തെ തോൽപ്പിച്ചു. അതുകൊണ്ട് കേരളം UDF ഭരിക്കേണ്ട ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് ഈ രണ്ടാം ഊഴം ഞങ്ങളുടെ ഒരു ഔദാര്യമാണ്, ഞങ്ങളാണ് ഈ രണ്ടാം ഊഴം പിണറായിക്ക് ഉണ്ടാക്കി കൊടുത്തതെന്ന് കേസരിയിൽ വളരെ പച്ചയ്ക്ക് അവരെഴുതി. അപ്പോൾ അതൊരു അവിശുദ്ധ ബന്ധമാണ്, ഒരു അവിഹിത ബന്ധമാണ്. ആ ബന്ധം ഇവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ്സാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആലപ്പുഴ അടക്കം തിരിച്ചു പിടിക്കാനാണ്. ഇവിടെ ഇപ്പോൾ കേന്ദ്രവിരുദ്ധ സമരവുമായി കഴിഞ്ഞ കുറേ നാളായിട്ട് ഇവർ ഇറങ്ങിയിരിക്കുകയാണ്. ഇവർ കേരളം ഭരിക്കാൻ പോയിട്ട് 8 കൊല്ലമായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നിട്ടും 10 കൊല്ലമായി. എന്തേ ഈ 8 കൊല്ലത്തിനിടയ്ക്ക്, ഈ 1 കൊല്ലത്തിനപ്പുറം ഒരു കേന്ദ്രവിരുദ്ധ സമരം ഇവർ നടത്താതിരുന്ന്, ഡൽഹി പോകാതിരുന്ന്? എടാ, ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന അന്ന് തൊട്ട് ഈ ഗവൺമെൻറ് ഉപദ്രവിക്കുന്നതാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവർ ചെയ്തില്ല? ഇതിപ്പോൾ 21 മന്ത്രിമാർ ഒരാഡംബര വാഹനത്തിൽ ഒരു ആഘോഷയാത്ര നടത്തി. എന്തിനാണ് ആ യാത്ര നടത്തിയത്? ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ? ഉമ്മൻചാണ്ടിയുടെ ബഹുജന സമ്പർക്ക പരിപാടി നമ്മുടെ മുമ്പിലുണ്ട്. ആ ബഹുജന സമ്പർക്ക പരിപാടിയിലെ കോടിക്കണക്കിന് രൂപയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് സഹായധനമായി കൊടുത്തത്. അതുകൊണ്ടാണല്ലോ ഐക്യരാഷ്ട്രസഭ ഏഷ്യയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയുടെ പരിപാടിയായിട്ട് ബഹുജന സമ്പർക്ക പരിപാടിയെ തിരഞ്ഞെടുത്തത്. ഈ മന്ത്രിമാർ നടത്തിയ യാത്ര കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കാസർഗോഡ് നിന്ന് നമ്മൾ സംസാരിക്കുന്നത് 6727 എൻഡോസൾഫാൻ്റെ വിക്ടിംസ് ഉണ്ട്. ഒരാളെ പോലും കണ്ടില്ല, ഒരാളുടെ പ്രശ്നം കേട്ടില്ല. കോട്ടയത്ത് ചെന്നപ്പോൾ അവിടുത്തെ കേരളത്തിലെ കർഷകരുടെ ഏറ്റവും നീറുന്ന പ്രശ്നങ്ങളാണല്ലോ ഇപ്പോൾ നമ്മുടെ റബ്ബർ 250 രൂപ തറവിലയാക്കുമെന്ന് പ്രഖ്യാപിച്ചല്ലോ. ഇപ്പോൾ ബഡ്ജറ്റിൽ 10 രൂപ കൂട്ടിയല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കേ. അവിടുത്തെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനാണ് MP ശ്രീ തോമസ് ചാഴിക്കാടൻ. അദ്ദേഹം റബ്ബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അസ്വസ്ഥനായ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ യാത്ര നടത്തിയത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല, മനസ്സിലായില്ലോ, ഞങ്ങൾ വേറെ ചില ഉദ്ദേശിച്ചു, അതുകൊണ്ട് അയാളെ നിർത്താൻ പറഞ്ഞു. അയാൾ ചില ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് പറഞ്ഞപ്പോൾ അത് നിർത്തിച്ചു. ഞാൻ പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി, 1 വർഷമായി കേരളത്തിലെ MPമാരെ അവമാനിക്കുക, അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക. എന്നിട്ട് ഞങ്ങളാണ് BJP എതിർക്കുന്നതിന് ചാമ്പ്യന്മാരെന്ന് പറയുക. ഇതിപ്പോൾ നമുക്കറിയാമല്ലോ. ഇവിടെ ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് വീണ വിജയനെക്കുറിച്ച് ചില ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തി. അത് ROC, രജിസ്റ്റർ ഓഫ് കമ്പനീസ്, അത് സ്ഥിരീകരിച്ചു. ഇപ്പോൾ ദാണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. എന്തിനാണ് ഒരു മടിയിൽ ഖനമില്ലെങ്കിൽ ഇവരെന്തിനാണ് ഭയപ്പെടുന്നത്? ഇവരെന്തിനാണ് ഇപ്പം കർണാടക ഹൈക്കോടതി കൊണ്ടുപോയി അത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ്? അപ്പോൾ മടിയിൽ ഖനമുണ്ട്, പേടിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ പിണറായി വിജയനും KSIDC ഇതിൽ കുരുങ്ങിയാൽ അദ്ദേഹത്തിനും അത് ബാധിക്കും. അപ്പോൾ തൻ്റെ മകൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ബോധപൂർവമായൊരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ കേന്ദ്രവിരുദ്ധ സമരം. അവിടെ പോയിട്ട് നരേന്ദ്രമോദിക്കെതിരെയല്ല അദ്ദേഹം പ്രസംഗിച്ചത്, കേരളത്തിലെ MPമാർക്കെതിരെയാണ്. ആ MPമാർക്കെതിരെയാണ് ഈ മന്ത്രിമാരുടെ സകല യോഗത്തിലും പ്രസംഗിച്ചത്. MPമാരൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ഓരോ MPമാരുടെയും പെർഫോമൻസ് പാർലമെൻറ്റിൽ നോക്ക്. 20 പാർലമെൻറ്റ് ചേരുന്നതാണല്ലോ കേരളം. ഓരോ MPമാരുടെയും മണ്ഡലത്തിലേക്ക് കേന്ദ്ര സഹായം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ എഫക്റ്റ് വരുന്ന കേരളത്തിനാണല്ലോ.